യുവതിയുടെ മുഖത്ത് നിന്ന് ഹിജാബ് വലിച്ചു നീക്കിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും വിവാദത്തിൽ. ആയുഷ് ഡോക്ടർമാർക്കുള്ള നിയമന ഉത്തരവ് കൈമാറുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ നടപടി. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇത് കാണാം. ആയുഷ് ഡോക്ടർമാരുടെ നിയമന ഉത്തരവ് കൈമാറുന്നതിനിടയിലാണ് ഈ ഒരു പ്രവൃത്തി നിതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. माननीय मुख्यमंत्री जी अपने हाथों से नियुक्ति पत्र देके सौम्या कुमारी രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രി പെരുമാറുന്നത്. നിതീഷിന്റെ ഇത്തരം പ്രവർത്തികൾ ആദ്യമല്ല. എന്താണ് അവിടെ സംഭവിച്ചത്? അതെ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. നിതീഷ് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. പ്രതിപക്ഷം തന്നെ അത് ആയുധമാക്കിയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പൊതുവേദികളിൽ അദ്ദേഹത്തിന് ഇടപെടുന്ന രീതിയൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനസിക ആരോഗ്യത്തിന് പ്രശ്നമുണ്ട് എന്നൊക്കെ അന്ന് തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ മുൻനിർത്തി തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. അദ്ദേഹം പൊതുയോഗങ്ങളിലൊക്കെ തന്നെ സജീവമായിരുന്നു. സഖ്യം അധികാരത്തിൽ വന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി. ഇപ്പോൾ ഈ ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹം ഒരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഈ ചടങ്ങ്. ആയുഷ് ഡോക്ടർമാർക്കുള്ള നിയമന ഉത്തരവ് കൈമാറുന്നതായിരുന്നു പരിപാടി. ഏതാണ്ട് 1000-ഓളം ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായി സർട്ടിഫിക്കറ്റുകൾ നിയമന ഉത്തരവ് നൽകുകയായിരുന്നു നിതീഷ് കുമാർ. അങ്ങനെയാണ് ഈ ഡോക്ടറുടെ ഊഴം എത്തിയത്. ഡോക്ടർ നിയമന ഉത്തരവ് കൈപ്പറ്റാനെ അവിടേക്ക് എത്തി. അതിനിടയിലാണ് നിതീഷ് കുമാർ ഹിജാബ് വലിച്ചൂരുന്ന നടപടി ഉണ്ടാകുന്നത്. തൊട്ട് പിന്നിലുള്ളത് സാമ്രാട്ട് ചൗധരിയാണ്, ഉപമുഖ്യമന്ത്രി. അദ്ദേഹം നിതീഷ് കുമാർ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും ഇത് പ്രതിപക്ഷം വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ മാനസിക ആരോഗ്യനിലയിൽ കാര്യമായ തകരാറുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ RJD ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും സംഘപരിവാറുകാരനായി മാറിയിരിക്കുന്നു എന്നുകൂടി ഇപ്പോൾ RJD വിമർശിക്കുകയാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് ഇപ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ നിതീഷ് കുമാറിനുണ്ട്. NDAയുടെ ഭാഗമാണെങ്കിൽ പോലും അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അത്തരമൊരു വിമർശനം കൂടി ഇപ്പോൾ RJD നടത്തിയിരിക്കുന്നത്. എന്നാൽ RJD മാത്രമല്ല, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള മറ്റു പാർട്ടികളൊക്കെ തന്നെ നിതീഷിന്റെ നടപടിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിതീഷ് രാജിവെക്കണം എന്നൊരാവശ്യം കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ശിവസേന അടക്കമുള്ള പാർട്ടികളും ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു അതിക്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഏത് വസ്ത്രം ധരിക്കണമെന്നത് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്, നിതീഷ് കുമാർ ചെയ്തൊരു അതിക്രമമാണെന്ന പ്രതികരണം ശിവസേന അടക്കമുള്ള പാർട്ടികളും ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ വിശദീകരണമൊന്നും തന്നെ വന്നിട്ടില്ല. സ്വാഭാവികമായും വിവാദമായ സാഹചര്യത്തിൽ എന്തായിരിക്കും നിതീഷ് കുമാർ പറയുക എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.